ഗൈസ്, നമ്മൾ ഇന്ന് ടിഷ്യൂ പേപ്പർ അൺബോക്സിങ് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. അതിനായി നമ്മളൊരു കത്രികയും പിന്നെ ഒരു ടിഷ്യൂ പേപ്പറും ഒരു കൂടെ എടുത്തിട്ടുണ്ട്. നമുക്കിപ്പോൾ അതൊന്ന് തുടങ്ങാം. വട്ടത്തിൽ കുറിച്ചെടുക്കണം. ചെറുതായിട്ട് നല്ല പാടിടും, പക്ഷെ നമ്മളതൊന്നും കാര്യമാക്കണം കേട്ടോ. നമ്മൾ കത്രിക വെച്ചിങ്ങനെ കീറി പൊക്കോണ്ടിരിക്കണം. കീറുന്നതിനിടയ്ക്കില്ല അതായത് ഇങ്ങനെ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ടാവും. നമ്മൾ നോക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ അവർ കൊടുത്തിട്ടുള്ളത് നമുക്ക് അവിടെ കീറി എടുക്കാൻ വേണമെങ്കിൽ ഇത്രയും നോക്കുകയും ചെയ്യാം കേട്ടോ. കീറി എടുക്കുന്ന പറഞ്ഞാൽ നിയമൊന്നുമില്ല കേട്ടോ, പക്ഷെ എങ്ങനെയാണെങ്കിലും ചെയ്യാം കേട്ടോ കേട്ടോ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളിത് കവറൊക്കെ ചെറുതായിട്ട് മുറിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇപ്പോൾ കുറച്ച് സൈഡ് കൂടെ മുറിക്കാനുണ്ട്. നമ്മൾ മുറിച്ചിട്ട് നമ്മുടെ ഈ വീഡിയോ അവസാനിക്കാനായിരിക്കും. കുഞ്ഞപ്പം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ റീൽസിലൊക്കെ ഉണ്ട്. നമുക്ക് റീൽസിൽ പരിപാടി ഇടാൻ പ്ലാൻ ഉണ്ട്. പിന്നെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് കുറച്ച് റീൽസ് പരിപാടി ഇടാനൊക്കെ. ഞാൻ പറഞ്ഞു എന്നെക്കൊണ്ട് പറ്റുവാണെങ്കിൽ അച്ഛൻ പോയിടുന്നു കേട്ടോ. അപ്പോൾ അച്ഛൻ പോകും ഞാനിടുമെന്ന് ഒരു വാശിക്കാണ്ടിരിപ്പുണ്ട് കേട്ടോ. എന്നോട് മിണ്ടുന്നൊന്നുമില്ല നമുക്ക്. ഓക്കെ, അപ്പോൾ നമ്മുടെ അൺബോക്സിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് ഏതോ നമുക്ക് ഇതിന് ഒരു ടിഷ്യൂ പേപ്പർ എടുക്കണം. എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഇട്ടാൻ വേണ്ടിയിട്ടാണ്. കയ്യെ നല്ല വൃത്തിയായിട്ട് അതവിടെ ഇരുന്നോട്ടെ. ഇനി ഇതാനൊക്കെ വേണ്ട കേട്ടോ. 2 ടിഷ്യൂ പേപ്പറാണ് നമ്മളിപ്പോൾ എടുത്ത് മുഴുവനായിട്ട് നമ്മൾ വൃത്തിയായിട്ട് ഇട്ടിട്ടുണ്ട്. ഇതാണ് അവസ്ഥ. ഈ ടിഷ്യൂ പേപ്പർ ഞാൻ കളയുന്നില്ല. ബുക്കൊക്കെ തുടയ്ക്കാനായിട്ട് അപ്ലൈ ചെയ്യാനൊക്കെ ഞാൻ ഇത് ഉപയോഗിക്കുന്നതായിരിക്കും. ഞാൻ മറക്കരുത് കേട്ടോ. അടുത്ത വീഡിയോ ആയിട്ട് മറ്റന്നാളോ അല്ലെങ്കിൽ നാളെയോ കാണാൻ കേട്ടോ. ചെറുപ്പിളേരി ഇനി ഞങ്ങൾ കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞാൽ ഞങ്ങളുടെ പേര് ചാനലിലേക്ക് മാറ്റും. ഇത് ചെയ്യുന്നൊരു ചാനലിലാണ് കേട്ടോ. കണ്ടോ, ഈ ചാനലിലാണ് ചെയ്യുന്നത്. ഇത് ഒരു ഓർഡർ ചെയ്തൊരു ഇതാണ് എടുത്തിട്ടുണ്ട് കേട്ടോ. സ്ക്രീൻ പോലത്തെ ഒരു സംഭവം ഉണ്ട്. ഇതിനൊക്കെ വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണോ കണ്ടോ, ഇതൊന്ന് സ്ക്രീനിലേക്ക് വെച്ചെടുക്കുന്നത് നിങ്ങൾ തന്നെ കാണും. എന്താണ് ഇതാണ് കേട്ടോ കോലം. ഇങ്ങനെ നോക്കുമ്പോഴും എന്തൊക്കെ വ്യത്യാസമുണ്ട് കണ്ടോ. നമുക്കൊരു വേറൊരു സ്ക്രീൻ കാർഡും കൂടി ഉണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ഇതാണ് കേട്ടോ സ്ക്രീൻ കാർഡ്. നമുക്ക് ഇതിലൊന്ന് വെച്ച് നോക്കാം. നിങ്ങൾ തന്നെ കണ്ടു നോക്കൂ. ഇതാണ്ടപ്പോൾ അവസ്ഥ, ഫോണിൻ്റെ തന്നെ അവസ്ഥ ഇതാണ്. അപ്പോൾ കാണുന്ന ഒരു വിധത്തിലാണ്. ഏറ്റവും ഞാൻ തുടച്ച് നോക്കിയിട്ടുണ്ട്. ഇതാണ് ഇപ്പോൾ അവസ്ഥ കേട്ടോ. എനിക്ക് ചെയ്യാൻ നമ്മൾ ചെറുതായിട്ട് വെള്ളമൊക്കെ തുടച്ചു. അപ്പോഴത്തേക്ക് ചെറുതായിട്ട് റെഡി ആയിട്ടുണ്ട്. ചെറുതായിട്ട് നന്നായിട്ട് തുടച്ചു കൊടുക്കുന്നുണ്ട്. ഗൈസ്, പണി കിട്ടിയോന്നൊരു സംശയം. എന്നാലും നമ്മൾ പിന്നെ അറിയില്ല, നമ്മൾ നന്നായിട്ടും തുടച്ച് കൊടുത്തുകൊണ്ടേ ഇരുന്നു കേട്ടോ. നമ്മുടെ കൈ കൊണ്ട് വെച്ചു. മറക്കരുത് കേട്ടോ. അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ഈ ആപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ആപ്പിൽ ഡിസ്ക്ലോപെക്സ്, അത്